ഹലോ, ഇന്നൊരു സൺഡേ ആണേ. അപ്പം നമുക്കിന്നൊരു തട്ടിക്കൂട്ടി ചിക്കൻ കറിയും നെയ്ച്ചോറും ഉണ്ടാക്കാം. അത് അടുപ്പിൽ എന്തുട്ടാ വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അടുപ്പല്ല ഗ്യാസ് കഴിഞ്ഞിരിക്കുക. അപ്പോൾ പിന്നെ അമ്മ നോർമലി അടുപ്പിൽ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാറ്. ഇവിടെ വിറക് എൻ്റെ വീടിൻ്റെ ഭാഗത്ത് റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വിറകും സാധനങ്ങളൊക്കെ കിട്ടാൻ വലിയ അത്ര ടാസ്കില്ല. അപ്പോൾ അമ്മ വിറക് വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും, അടുപ്പിലാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഗ്യാസ് എന്തായാലും കഴിഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് അടുപ്പിൽ തന്നെ ഉണ്ടാക്കാനുള്ള ഓപ്ഷനുള്ളൂ. അങ്ങനെ അപ്പം ഞാൻ ഒരു ചിക്കനും കാര്യങ്ങളൊക്കെ മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിൽ മസാല പുരട്ടി വെക്കുകയാണ് ചെയ്യണേ. എന്താ വെച്ചാൽ ഈ ചിക്കൻ്റെ മുകളിൽ ഇത്തരം കൊഴുപ്പ് സാധനം ഉണ്ടാവില്ല, എനിക്കത് ഇഷ്ടമല്ല. ഞാനത് കറി വെക്കുകയാണെന്ന് വെച്ചാലും വറുക്കുകയാണെന്ന് വെച്ചാലും ഞാൻ മാക്സിമം അതെടുത്ത് കളയും. എനിക്കിഷ്ടമില്ല അത് വയ്ക്കുമ്പോൾ ഭയങ്കര കുഴുകുഴുന്ന് ഇരിക്കും. കുറച്ചൊക്കെ വെക്കാൻ പറ്റും. ഞാൻ കുക്കിങ്ങിൽ അത്ര എക്സ്പേർട്ട് ഒന്നുമല്ല, പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. വെച്ചാൽ എനിക്കറിയാം, ഞാൻ ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ കുറേ കാലം ഒറ്റയ്ക്ക് താമസിച്ചിരുന്നു. അപ്പോൾ ആ ടൈമിലൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് കുക്കിങ്ങും കാര്യങ്ങളും പുറത്തുനിന്ന് കഴിക്കുന്നതൊക്കെ കൂടുതൽ കഴിച്ചിരുന്നു. പക്ഷേ അതിനൊക്കെ കൂടുതൽ നമ്മൾ ഒറ്റയ്ക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ശീലിച്ചിട്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ ശീലിച്ചു തുടങ്ങി. പിന്നെ എൻ്റെ ചേട്ടൻ ഷെഫ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം ഞാൻ ചിക്കൻ കറി വെക്കണത് എൻ്റെ ചേട്ടൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റെസിപ്പീസ് വേറെ വെച്ചാൽ ഞാൻ ഈ വെക്കണതും അവൻ വെക്കണതും എൻ്റെ ഡിഫറെൻറ്റാണ്. അവൻ അതിൽ മസാലയൊക്കെ തേച്ച് ഇങ്ങനെ കൈ വെച്ച് ഉള്ളിയൊക്കെ ഇങ്ങനെ ഉടച്ച് സെറ്റാക്കിയിട്ട് അവൻ ചിക്കൻ കറി ഫസ്റ്റ് എനിക്ക് വെക്കാൻ പഠിപ്പിച്ചു തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ഫുഡിനും ഓരോ ടൈപ്പ് ചിക്കൻ വെക്കാൻ പറ്റും. ഈ സാധനമൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കി വന്നത്. നമുക്ക് നെയ്ച്ചോറിന് ഒരു ചിക്കൻ കറി വെച്ചാൽ ഭയങ്കര ലൂസായിട്ട് ഉള്ള കറി, അത് അത്രയും ടേസ്റ്റ് ആയിരിക്കും നെയ്ച്ചോറിൻ്റെ കൂടെ. പിന്നെ ചപ്പാത്തിക്കാണെന്ന് വെച്ചാൽ കുറച്ച് കുറുകി ഇങ്ങനെ തിക്കായിട്ടുള്ള തന്നെ ചിക്കൻ കറി, അത് അടിപൊളിയായിട്ടിരിക്കും. അങ്ങനെ ഓരോന്നിനും ഓരോ വ്യത്യാസങ്ങളുണ്ട് വെച്ചാൽ ഓരോ വ്യത്യസ്ത കറികളാണ് ഓരോന്നിലേക്ക് സെറ്റായിട്ട് പോവുക. അപ്പോൾ കറിയുടെ കഴിവ് നിൽക്കട്ടെ, ഞാൻ നെയ്ച്ചോറ് സെറ്റാക്കുന്നത് നമ്മൾ ചായയൊക്കെ വെക്കണ പോലത്തെ ഡപ്പല്ലേ, പാത്രമല്ലേ പറഞ്ഞു വന്നത്. ചായപാത്രത്തിൽ നെയ്ച്ചോറ് ഉണ്ടാക്കണം കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതാണ്. അങ്ങനെ അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് പാത്രം അടുപ്പത്ത് വെച്ച് ഇതിൽ ഞാൻ നെയ്ച്ചോറ് എന്നുള്ള ഞാൻ പറഞ്ഞില്ല, തട്ടിക്കൂട്ട് പരിപാടിയാണ്. നെയ്ച്ചോറ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, നെയ്യ് ഒഴിക്കുന്നില്ല. കാരണം അവൾക്ക് കഫക്കെട്ടിൻ്റെ ചെറിയ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം ഓയിൽ, നെയ്യ്, വറുത്തത് പൊരിച്ചതായിട്ടുള്ള ഐറ്റംസൊക്കെ ഇങ്ങനെ കുറച്ച് കൊടുന്നു. അപ്പോൾ ഒന്ന് ബെറ്ററായി വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 3-4 വയസ്സ് വരെ ഇന്ന സാധനങ്ങൾ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെല്ലാം കഴിപ്പിച്ച് ശീലിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എല്ലാം കുറേശ്ശെ കൊടുത്തായിരുന്നു. അപ്പോൾ അതിൽ 34ക്ക് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കഫക്കെട്ടിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വരണ കാരണം കൊണ്ട് ഞാൻ കുറേ ഐറ്റംസ് ഞാൻ പിന്നെയും കുറച്ചു. അങ്ങനെ അപ്പോൾ നെയ്ച്ചോറിന് നെയ്യില്ലാണ്ട് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. നെയ്ച്ചോറെന്ന് വെച്ചിട്ട് കുറച്ച് ക്യാരറ്റും കുറച്ച് സവോളയും നന്നായിട്ട് മൂപ്പിച്ചിട്ട് അതിൽ അരി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വറുത്ത പോലെ ആക്കിയിട്ട് അതിൽ ഞാൻ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 4 ഗ്ലാസ് വെള്ളം, സെയിം അരി എടുത്ത് അതേ ഗ്ലാസ്സിൽ അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് അത് ഒരു സൈഡിൽ വെച്ചു സെറ്റാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് പറ്റിയ മണ്ടത്തരതല്ല. ഞാൻ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്ന ടൈമിലൊക്കെ സൈഡിൽ ഫുള്ള് ഇഞ്ചി അമ്മ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഓർമ്മയിൽ സൈഡിൽ ഇഞ്ചിയുടെ അത് നിൽക്കുന്നുണ്ടെന്ന്. അപ്പം ഞാൻ സാധനങ്ങൾ മേടിച്ചിരുന്നപ്പോൾ ഇഞ്ചി മേടിച്ചില്ലേ, കാരണം നമ്മുടെ വീട്ടിലുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വലിയ കാര്യത്തിൽ കത്തിയൊക്കെ എടുത്തിട്ട് ഇഞ്ചി പറിക്കാൻ പോയതാണ്. അപ്പോൾ അവർ പറയണേ അതിൻ്റെ മുകളിൽ ഇഞ്ചിയൊക്കെ ഉണ്ടായിരുന്നത് അവർ പറിച്ചെടുത്തിട്ട് വെള്ളം തിളപ്പിക്കണേലിട്ടിട്ട് ഫുള്ള് തീർന്നു പോയി, എനിക്ക് മേടിക്കായിരുന്നില്ലേ. അപ്പോൾ ചിക്കൻ കറിയിൽ ഇഞ്ചി ഇടാണ്ടാണ് ഞാൻ ചിക്കൻ കറി വെച്ച് തന്നിട്ട്. നെയ്ച്ചോറ് ഒരു സൈഡിലാവാൻ വെച്ചിട്ട് നമുക്കിനി ചിക്കൻ കറിയുടെ കാര്യം നോക്കാം. ഞാൻ എപ്പോഴും ചിക്കൻ കറി വയ്ക്കുമ്പോൾ ഫസ്റ്റ് ഉലുവ പൊട്ടിക്കും. ഇനി എവിടെ ആരൊക്കെ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനിടുമ്പോൾ ഫസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 2 മണി ഉലുവ ഇട്ടിട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഞാൻ സവോള ഇടുക ചെയ്യുക. അതല്ലെങ്കിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോയ ശേഷം പിന്നെ സവോള ഇടും. അതല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഉലുവ പൊട്ടിച്ച് സവോള ഇട്ടു. കാരണം ഇഞ്ചിയും വെളുത്തുള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സവോള ഇട്ടിട്ടൊന്ന് വാടി കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ വെളുത്തുള്ളി ഇട്ട് പിന്നെ 2 പച്ചമുളക് എരിഞ്ഞിടുക ചെയ്ത്. പിന്നെ അതൊന്നായി വന്നപ്പോൾ 2 തക്കാളി മുറിച്ചിട്ട് കൂടെ നന്നായിട്ട് ഉപ്പിട്ട് വഴറ്റി പിന്നെ അതിൽ നോർമലി കുറച്ച് പൊടികൾ, ഉപ്പ്, മഞ്ഞൾ, മുളക്, തുണ്ട് മല്ലി, ഗരം മസാല, കുരുമുളക്, ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതിട്ട് നന്നായിട്ട് പച്ചമണം പോയിട്ട് പച്ചമണം പോണ വരെ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോയാൽ പോയി. അല്ല, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇത് എല്ലാവരും വെക്കണതാണ്. ഇപ്പോൾ എല്ലാ പിള്ളേർക്കും അറിയാം ചിക്കൻ കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പോൾ അതിൽ നന്നായിട്ടൊന്ന് വാടി സെറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പിന്നെ ചിക്കൻ ഇടുക.
ഒരു തുണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചിക്കനിന് വെള്ളം വരും, പക്ഷെ നമുക്ക് നെയ്ച്ചോറിനല്ലേ ഒരു പൊടിക്ക് വെള്ളം ലൂസായിട്ടാണ് വെച്ചാൽ നല്ല ടേസ്റ്റാണ് അത്. നല്ല ലൂസായി പോയും ചെയ്ത് നല്ല തിക്കായി പോയും ചെയ്ത് ഒരു മീഡിയത്തിൽ നിൽക്കണം. അങ്ങനെ പിന്നെ അത് വേവാൻ വയ്ക്കാം. ഒരു സാധനം കാണിച്ചു തരാം. ഇത് കണ്ട, ഇത് മല്ലിയുടെ ഇലയാണ്. പക്ഷെ നമ്മുടെ എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് ഈ സാധനം. ചിക്കൻ കറിയിലും സാമ്പാറിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്. ഞാൻ ഉള്ളിക്കറി ഉണ്ടാക്കുമ്പോൾ ചിക്കൻ കറിയിലൊക്കെ ഇതിൻ്റെ കൂടെ ഞാൻ ഇടാറുണ്ട്. നോർമലി സാധാ നാട്ടുമല്ലി എന്ന് അങ്ങനെ എന്തോ പറയാൻ തോന്നുന്നു. അതിന് എന്തെങ്കിലും പേരുണ്ടോ ചോദിക്കാൻ അറിയില്ല. എന്തെങ്കിലും സാധനം നല്ല ടേസ്റ്റാണ്. പോണം കണ്ട് അമ്പല്ല, നമുക്ക് മാവൊന്ന് നോക്ക് കഴിച്ചോക്കി. എന്നിട്ട് അവിടെ നോക്കിട്ട് എമ്മീന്ന് പറ. ചിക്കണോ വേണ്ട? എന്താ ഇതെന്താ? എങ്ങനെയുണ്ട്? കടലല്ലത്, ഷബോള. കൈ കണ്ടേ? ഇതെന്താ? ഇതെന്താ? ചക്കേ? ചൂടുണ്ട്. കുഞ്ഞിന് തരാം.
യമ്മി. Mama. Ay, balam. വെല്ലം വെല്ലം Mama. മാമന് വെല്ലം. Yummy. യമ്മി. Pika. Mati you. Hello. Pika. ടാറ്റാ ബൈ ബൈ. Bye bye. ബൈ. Mata. അമ്മ മുഖത്തോണ്ട്